ഒരാൾക്ക് നൽകാവുന്ന ഏറ്റവും മനോഹരമായ സമ്മാനമാണ് പുഞ്ചിരി. അത് ഹൃദയത്തിൻ്റെ ഭാഷ കൂടിയാണ്. നിങ്ങളുടെ സ്നേഹത്തെ അതിനെ വിലമതിക്കാത്ത ഒരാളിൽ കൊണ്ടുപോയി തുലയ്ക്കരുത്. കിട്ടില്ലെന്ന് അറിഞ്ഞിട്ടും മനസ്സ് അങ്ങനെയാണ്. കിട്ടാത്ത സ്നേഹത്തിൻ്റെ പിറകെ ഓടിക്കൊണ്ടിരിക്കും, ഒരു കോമാളിയെപ്പോലെ. നിങ്ങളെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന് പറയാൻ ഒരുപാട് പേര് കാണും. പക്ഷേ അതൊന്നും കേട്ട് നിങ്ങളുടെ മനസ്സിനെ തളർത്തിക്കളയരുത്. നമ്മൾ വിശ്വസിക്കേണ്ടത് നമ്മുടെ കഴിവുകളെയാണ്, മറ്റുള്ളവരുടെ വാക്കുകളെയല്ല. ഒരു കൊടുങ്കാറ്റും ദിവസം മുഴുവനും നീണ്ടു നിന്നിട്ടില്ല. അങ്ങനെ തന്നെയാണ് ജീവിതത്തിലെ പല സാഹചര്യങ്ങളും. ഒന്നു മാത്രം മനസ്സിലാക്കുക, എല്ലാ പ്രതിസന്ധികളും അവസാനിക്കുന്ന ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിലും വന്നു ചേരുന്നതായിരിക്കും. പ്രതീക്ഷയോടെ കാത്തിരിക്കുക. സമയമാകുമ്പോൾ എല്ലാം നടക്കുന്നതായിരിക്കും. ആരെയും ഉപദേശിച്ചു നന്നാക്കാമെന്ന് വിചാരിക്കരുത്. അവനവൻ തന്നെ വിചാരിക്കാതെ ആരും നന്നാവില്ല. ഉപദേശിക്കാൻ ചെല്ലുന്നവരെ ശത്രുവായി കരുതുകയേ ഉള്ളൂ. നമുക്കറിയാത്ത ഭാഷയിലുള്ള പുസ്തകം പോലെയാണ് ഓരോ മനുഷ്യരും. ആദ്യം ഭാഷ പഠിക്കണം, എന്നിട്ടേ പുസ്തകം വായിക്കാൻ കഴിയൂ. പ്രയാസങ്ങൾ നേരിടുന്ന സമയത്ത് ദുഃഖം പങ്കുവയ്ക്കാൻ ആരുമില്ല എന്ന സത്യം തിരിച്ചറിയുമ്പോഴാണ് ജീവിതത്തിൽ നമ്മൾ കരുത്തുള്ളവരായി മാറുന്നത്. ആദ്യം അത് നമ്മളെ വിഷമിപ്പിക്കും, എങ്കിലും ക്രമേണ നമ്മൾ ശക്തരാകും. എല്ലാ കാലവും നിങ്ങൾക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ കഴിയില്ല. അതിനാൽ നമ്മൾ എപ്പോഴും സന്തോഷമായി ജീവിക്കുക. അസൂയയും സ്വാർത്ഥതയും ഉള്ള മനുഷ്യരോട് നമ്മുടെ സന്തോഷവും സങ്കടവും പങ്കുവെക്കരുത്. കാരണം നമ്മുടെ സങ്കടങ്ങളിൽ അവർ ആനന്ദിക്കുകയും നമ്മുടെ സന്തോഷങ്ങളിൽ അസൂയപ്പെടുകയും ചെയ്യും. ഇത് രണ്ടും നിങ്ങളുടെ ജീവിതത്തെ നെഗറ്റീവായി ബാധിക്കും. അപമാനിച്ചിട്ടുണ്ടാകും, അവരെക്കൊണ്ട് തന്നെ അഭിമാനം എന്ന് പറയിപ്പിക്കണം. അഹങ്കാരം എന്ന് പറഞ്ഞ് അടിച്ചമർത്തിയവർക്കു മുന്നിൽ അതിഗംഭീരമായി തലയുയർത്തി നടക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ ഇതുവരെ അനുഭവിച്ച ദുഃഖങ്ങളും കഷ്ടതകളും മറന്ന് സന്തോഷമുള്ള ജീവിതത്തിനായി സ്വയം മാറുക തന്നെ വേണം. നിങ്ങൾക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്കും വേണ്ട എന്നല്ല, പകരം നിങ്ങൾക്ക് കിട്ടാതെ പോയത് മറ്റുള്ളവർക്കെങ്കിലും ലഭിക്കട്ടെ എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മളിൽ മനുഷ്യത്വം ഉണ്ടാകുന്നത്.